ഒരു റിക്വസ്റ്റ്, കൈ കഴുകാൻ മറക്കണ്ട. അത് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പച്ചക്കറികളാണ്. എൻഡോസൾഫൈൻ, ഈക്കോലൈൻ, ക്ലോറിഡൈൻ, ഫംഗസൈഡ്, വേറെയും ചില കെമിക്കൽ കോക്ടെയിൽസ് നിങ്ങളുടെ കൈകളിൽ പുരണ്ടിരിക്കും. ലിവർ, കിഡ്നി ഡിസ്ഫങ്ഷൻ, ഡിപ്രഷൻ, അവസാനം ക്യാൻസറും. പ്ലീസ് ബി വെരി ഷുവർ ദാറ്റ് യു വാഷ് യുവർ ഹാൻഡ്സ്. ആഹാരമാണ് മരുന്ന്, മരുന്നാണ് ആഹാരം. നമ്മുടെ പൂർവികർ എങ്ങനെ ജീവിക്കണം, എങ്ങനെ കഴിക്കണമെന്നൊക്കെ ശീലിപ്പിച്ചതാണ് അവർ നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്പത്ത്. സ്വന്തം കാര്യം മാത്രം നോക്കാതെ ഇത് എനിക്ക്, ഇത് എന്റെ മക്കൾക്ക്, ഇത് എന്റെ പേരക്കുട്ടിക്ക് എന്നും പറഞ്ഞ് വീടിന്റെ പിന്നാമ്പുറത്ത് തെങ്ങും തൈ വെച്ചതൊക്കെ പഴയ കഥ. ക്യാരറ്റിൽ വിറ്റമിൻ എ ഉണ്ട്, തക്കാളിയിൽ വിറ്റമിൻ സി ഉണ്ട്, അമറപ്പയറിൽ പ്രോട്ടീൻ ഉണ്ട്, കത്രിക്കയിൽ കാൽഷ്യം ഉണ്ട്. അതുമാത്രമല്ല, എൻഡോസൾഫൈനും ഫ്ലൂറിഡൈനും ഇതുപോലെ പല വശങ്ങളും എല്ലാ പച്ചക്കറികളിലും ഉണ്ട്. ആപ്പിളിന്റെ തോലിന് ഗുണമുണ്ടായിരുന്നു, ഇപ്പൊ മെഴുകേ ഉള്ളൂ. വിഷം നിറഞ്ഞ പച്ചക്കറികൾക്ക് വില അധികമാണെങ്കിലും വിഷം കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ഒരേ നാട് നമ്മുടെ നാട്. നമ്മുടെ മുത്തശ്ശിമാർക്കൊക്കെ കുറഞ്ഞത് 8-12 കുട്ടികൾ. എല്ലാ കുട്ടികളെയും അമ്മ മാത്രം വളർത്തുന്നില്ല, വളർത്തുവാനും കഴിയില്ല. പ്രകൃതിക്കും പങ്കുണ്ട്. ഇപ്പൊ 1-2 പ്രസവിച്ചിട്ട് നമ്മൾ പീഡിയാട്രീഷ്യന്റെ അപ്പോയിന്റ്മെന്റിന് നടക്കുക. കഴിഞ്ഞ തലമുറകൾക്കെല്ലാം വയസ്സാകുമ്പോഴാണ് അസുഖം. ഇപ്പോഴും ജനിച്ച കുട്ടികൾക്ക് പോലും ഹാർട്ടിൽ പ്രോബ്ലം. 5 വയസ്സിൽ തന്നെ കുട്ടികൾ കണ്ണട വെക്കുന്നു. 10 വയസ്സിൽ ഡയബറ്റീസ്, ആസ്മ, ക്യാൻസർ, ഇങ്ങനെ എത്രയോ അസുഖങ്ങൾ. നമ്മൾ ആരോഗ്യത്തെ ശ്രദ്ധിക്കാതെ സൗന്ദര്യത്തെ ശ്രദ്ധിക്കുന്നു. കുട്ടികൾ ഉയർന്ന സ്കൂളിൽ പഠിക്കണം, കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി, വീട്, സമ്പാദ്യം, ഇതേ ചിന്തിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഒരു അസുഖവും വരാതെ ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന് ചിന്തിക്കാത്തെ? വയലുകൾ നിരത്തി വലിയ ഫ്ളാറ്റുകൾ പൊങ്ങുമ്പോ അത് മരിച്ചു ജീവിക്കുന്ന കല്ലറയാണെന്ന് കാലം നമ്മളെ ഓർമ്മിപ്പിക്കരുത്. ഇതാണ് സമയം, എല്ലാവരും മാറേണ്ട സമയം. നമ്മുടെ മണ്ണിനെ നമ്മൾ വിശ്വസിക്കണം. ഇനി നമ്മൾ പണിയുന്ന വീടിന്റെ അടുത്ത് ഒരു വൃക്ഷവും മറ്റു പച്ചക്കറികളെല്ലാം വളർത്തുവാൻ അറ്റ്ലീസ്റ്റ് 1 സെന്റ് സ്ഥലമെങ്കിലും വേണം. നമ്മുടെ വീടിന്റെ ടെറസിൽ ഗ്രീൻ ഹൗസ്, മഴവെള്ള സംഭരണി എങ്ങനെ സാധ്യമായോ അതുപോലെ തന്നെ ഓരോ വീടിന്റെ ടെറസിലും ഗ്രീൻ ഹൗസും സാധ്യമാകും. പ്രിയപ്പെട്ടവരെ, ഓരോ ചെറിയ കാര്യങ്ങൾക്കും ബോധം കെട്ട് വീഴുന്ന ഞാൻ ഇനി 7 ദിവസം കൊണ്ട് ഒരു വലിയ വിവാഹത്തിന് ഏകദേശം 2000 പേർക്ക് കഴിക്കാൻ വേണ്ടി കീടനാശിനികളില്ലാത്ത പച്ചക്കറികൾ സ്ത്രീകൾ മാത്രം ചേർന്ന് വെറും 10 വീടുകളുടെ ടെറസിൽ വിളയിച്ച് വിതരണം ചെയ്യാൻ പോവുകയാണ്. നമ്മൾ 2 കാര്യങ്ങൾ ഉടൻ തന്നെ ചെയ്യണം. 1, ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ഒരു വിത്തെങ്കിലും നട്ടു വളർത്തണം. 2, നമ്മുടെ കുട്ടികൾ ആരോഗ്യത്തോടെ വളരുവാൻ വീടിന്റെ ചുറ്റും അല്ലെങ്കിൽ വീടിന്റെ ടെറസിൽ പച്ചക്കറികൾ നട്ടു വളർത്തണം. ഭൂമിയെ അമ്മയെ പോലെ സ്നേഹിച്ച് പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ച് നമ്മുടെ പഴയ കാലം തിരിച്ചു കൊണ്ടുവരണം. നിങ്ങൾക്കേവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക്സ്. പതിവ് പോലെ ഒരു സാധാരണ മീറ്റിംഗ് ആണെന്ന് കരുതിയാ ഇങ്ങോട്ടും വന്നത്. ഇൻഫാക്ട് ഭക്ഷണ പദാർത്ഥങ്ങളിലെ വിഷാംശം തടയുന്നതിനായി ഗവൺമെന്റ് ഒരുപാട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിലുമുപരിയായി നിങ്ങൾ ഇവിടെ പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാൻ നിയമസഭയിൽ എല്ലാ അംഗങ്ങളെയും ഈ കാര്യം അറിയിക്കും. ഇതൊരു കൂട്ടായ്മയായി മാറണം. അതിന് നിങ്ങളെപ്പോലെയുള്ളവർ മേൽനോട്ടം വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും. താങ്ക് യു സർ. സന്തോഷം. എന്നാൽ ശരി, വരട്ടെ. താങ്ക് യു. Congrats. Thanks. അച്ഛാ, മീറ്റിംഗ് വലിയ സക്സസ്. മിനിസ്റ്റർ തന്നെ. അകത്തേക്ക് പോകും മോളെ. എന്താ ആളെ മാറിപ്പോയല്ലോ? 2-3 ദിവസമായിട്ട് നിന്നെ സ്കൈപ്പിൽ പോലും കാണാറില്ലല്ലോ. ബിസിയാണ്. മിഥില വന്നില്ലേ? അവളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അടുത്ത വീട്ടിലേക്ക് മലയാളീസാ. അവിടെ ഉള്ളൊരു കുട്ടി ഇവളുടെ ക്ലാസ്മേറ്റാ. ആ കുട്ടി വലിയൊരു ഹെൽപ്പ് അവൾക്ക്. വെൽക്കം ടു അയർലൻഡ്. ഇപ്പൊ സന്തോഷായില്ലേ? 2-ാം തീയതി ഇവിടുന്ന് പുറപ്പെടണം. ഇനി പാക്ക് ചെയ്യാനുള്ള സമയമുള്ളൂ.
പെട്ടെന്നിങ്ങനെ പറഞ്ഞ ഓഫീസ് 1 വർഷത്തേക്ക് ലോങ് ലീവ് എടുക്ക്, പിന്നെയൊക്കെ നമുക്ക് നോക്കാം. അത് മാത്രമല്ല, ഇപ്പൊ എനിക്ക് ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ടെറസിൽ കണ്ടായിരുന്നോ? എല്ലാം കണ്ടു. ഇവിടെയുള്ള എല്ലാ ടെറസിലെയും പച്ചക്കറിയും കണ്ടു. അച്ഛനോട് ഞാൻ സംസാരിച്ചിരുന്നു. അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. ലോണിൻ്റെ കാര്യം ഓർത്തും വിഷമിക്കേണ്ട ആവശ്യമില്ല. അവിടുത്തെ ഫുഡും ക്ലൈമറ്റും ഒക്കെ വലിയൊരു പ്രശ്നമാണ്. മൃദുല അവിടെ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അവളെ എങ്ങനെ നോക്കേണ്ടെന്ന് എനിക്കറിയില്ല. അവളുടെ വിഷമം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ജോലിക്ക് ആളെ വെക്കാന്ന് വെച്ചാൽ 50,000-60,000 രൂപ സാലറി, അതും പാർട്ട് ടൈമായിട്ട് ആളെ കിട്ടൂ. താങ്ക്സ്. എന്തിന്? നിങ്ങളിങ്ങനെ തുറന്നു പറഞ്ഞതിന്. ഒരു നല്ല ജോലിക്കാരി കിട്ടിയിരുന്നെങ്കിൽ വിസയ്ക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ പോലും അയക്കില്ലായിരുന്നല്ലേ? ഓ, മാഡം അവിടം വരെയൊക്കെ സംസാരിക്കാൻ പഠിച്ചൂല്ലേ? 3 നേരവും പാചകം മാത്രം ചെയ്താ ഭർത്താക്കന്മാർക്ക് ബോറടിക്കുമല്ലോ. ഇപ്പൊ എല്ലാ ഭാര്യമാരും ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിക്കാമായിരുന്നല്ലോ. ശരി, നീ എന്താ പറഞ്ഞു വരുന്നത്? ധാരാളം ആൾക്കാരുമായി അവർക്കൊക്കെ വിശ്വാസമേകി നല്ലൊരു കാര്യം ചെയ്യുക. അത് ഇടയ്ക്ക് വെച്ച് നിർത്തിയാ നന്നായിരിക്കില്ല. എനിക്കല്പ സാവകാശം വേണം. മൃദുലേ, അമ്മയ്ക്ക് അങ്ങോട്ട് വരാൻ ഇഷ്ടമില്ലെന്ന്. അതറിയില്ല, നീ തന്നെ ചോദിക്ക്. നിനക്കൂടെ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെന്ന് നീ തന്നെ അവളോട് പറ. മോളെ, നീ കരയാതെ. ഞാൻ കേട്ടു, നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. വരാം, ഞാൻ വരാം. ഇതാണോ നിങ്ങൾ പറഞ്ഞ 1.5 ഏക്കർ വെജിറ്റബിൾ ഫാം? നിങ്ങൾ പറഞ്ഞത് ഹിന്ദുവിൽ ആർട്ടിക്കിളായി വന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന എല്ലാ പച്ചക്കറി മാർക്കറ്റിലും റെയ്ഡ് ആരംഭിച്ചു. നിങ്ങൾ സ്ത്രീകൾ ചേർന്ന് ഇങ്ങനൊരു സംരംഭം ആരംഭിച്ചതിൽ എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും. കല്യാണത്തിന് ഇനി 6 ദിവസമേ ഉള്ളൂ. ഇത് നിങ്ങളുടെ വീട്ടിലെ കല്യാണം പോലെയാ. നിങ്ങൾ തന്നെ ഇവിടെ എല്ലാവരെയും വിളിക്കണം. എല്ലാരും ഉറപ്പായും വരണേ. ഉറപ്പായിട്ട് എല്ലാവരും വരും. എന്നാൽ എനിക്ക് വരാൻ പറ്റുമെന്നുള്ളതാ സംശയം. അത് ഞാൻ 2-ാം തീയതി എന്റെ ഹസ്ബൻഡിന്റെ കൂടെ അയർലൻഡ് പോവുക. പക്ഷെ 5-ാം തീയതി എല്ലാ പച്ചക്കറികളും വിവാഹ മണ്ഡപത്തിൽ ഉണ്ടാവും. അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഓ, അത് ശരി. നിങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. സാരമില്ല, എല്ലാം നന്നായിട്ട് നടക്കട്ടെ. ശരി എന്നാ വരട്ടെ. എന്താ വസന്തി പെട്ടെന്നിങ്ങനെ? എന്റെ മോക്ക് വേണ്ടിയിട്ട് ഞാൻ പോയല്ലേ പറ്റൂ. 1 വർഷം ലീവ് ചോദിച്ചിട്ടുണ്ട്. അവിടുത്തെ സാഹചര്യം പോലെ തീരുമാനിക്കണം. ഗിരിജയ്ക്കാണ് ബുദ്ധിമുട്ട്. നിങ്ങൾ രണ്ടുപേരും ഇരട്ടകളെ പോലെയല്ലേ. ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, കൊണ്ടുവരാൻ മറന്നു വസന്തി. മേഡത്തിന് ഞാനൊരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. പുസ്തകല്ലേ? മലയാളമായിരിക്കും കേട്ടാ, വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. നേരല്ലേ? അതൊന്നും അല്ല, പേടിക്കണ്ട. പ്രസിഡന്റിനോട് അന്ന് മിഥില ചോദിച്ച ആ ചോദ്യം, മിഥിലയുടെ ഫ്രണ്ട് വാണി എൻ്റെ വീടിൻ്റെ അടുത്താണ്. അവളാണ് എന്നോട് പറഞ്ഞത്. വാസന്തി, വാസന്തി, പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നീ ഇവിടെ എന്ത് ചെയ്യാ? നീ പേടിക്കണ്ട, അയർലൻഡിലെ എല്ലാ വെജിറ്റബിൾസും ഓർഗാനിക്കാ. പ്രസിഡന്റിനോട് മോൾ എന്താ ചോദിച്ചെന്നറിയോ? പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഒരു ദിവസം വഴക്കുണ്ടാക്കിയപ്പോൾ ഒരു പെണ്ണിൻ്റെ സ്വപ്നം, ആഗ്രഹം, കല്യാണത്തിന് ശേഷം അതെല്ലാം എക്സ്പയർ ആവുമെന്ന് പറഞ്ഞിരുന്നു. അത് കേട്ടിട്ട് അത് വച്ചിട്ടാ ആ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നാ അവൾ എന്നോട് പറഞ്ഞത്. നിന്റെ ആ ചോദ്യത്തിന് ഹാറ്റ്സ് ഓഫ്.
ഇന്ത്യയിൽ 14 പ്രധാനമന്ത്രികളിൽ ഒരാൾ മാത്രമേ പെണ്ണായിട്ടുള്ളൂ. 15 ജനാധിപതികളിൽ ഒരാൾ മാത്രമേ പെണ്ണായിട്ടുള്ളൂ. എന്തുകൊണ്ടാ? ഈ രാജ്യത്തിൽ ബുദ്ധിമതികളായ യോഗ്യതയുള്ള പെണ്ണുങ്ങൾ ആരും ഇല്ലേ? അതോ അവരുടെ സ്വപ്നങ്ങളെ ആരെങ്കിലും തടഞ്ഞു നിർത്തുന്നുണ്ടോ? ഹൂ ഡിസൈഡ്സ് ദ എക്സ്പയറി ഡേറ്റ് ഓഫ് എ വുമൻസ് ഡ്രീം? നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പെൺ മുഖ്യമന്ത്രികളുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അവരാരും അവരുടെ സ്വപ്നങ്ങൾ നശിപ്പിച്ചിട്ടുമില്ല, കണ്ണുനീര് പൊഴിച്ചിട്ടുമില്ല. ഞാൻ അയർലൻഡിലേക്ക് വരുന്നില്ല. എന്നെ ഉദാഹരണം കാണിച്ചല്ലേ അവൾ ആ ചോദ്യം ചോദിച്ചത്. ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. അവളെ വിളിച്ചു തരൂ. ആദ്യമായിട്ടാ നിങ്ങളെ ധിക്കരിച്ച് ഞാൻ നടക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഭാര്യയാ. ആ ബന്ധത്തിന് ബഹുമാനം കൊടുത്ത് എന്നെ മനസ്സിലാക്കൂ. കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ ഗ്രീൻ ഹൗസ് എന്ന ഈ പദ്ധതി വളർന്നു വലുതാവാൻ കാരണമായ സാധാരണ UD ക്ലർക്കായി ജോലി ചെയ്തുകൊണ്ട് സ്വന്തം പേരിൽ ലോൺ എടുത്ത് തന്റെ വീടിനെ ആസ്പദമാക്കിക്കൊണ്ട് ജൈവ പച്ചക്കറി കൃഷി ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത ശ്രീമതി വാസന്തിക്ക് ഈ നിയമസഭ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളാണ്. 2 വർഷത്തിന് മുമ്പ് ഇതേ പേജിൽ എൻ്റെ അമ്മയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും തമാശകളും കണ്ട് ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. ഇന്ന് അതേ പേജിൽ തന്നെ അമ്മയുടെ മോളാന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. വിഷാംശമില്ലാത്ത പച്ചക്കറികൾ ഇന്ന് എല്ലാവരുടെയും വീട്ടിലെ മേശപ്പുറത്തിരിക്കുന്നതിന് എൻ്റെ അമ്മയാണ് കാരണമെന്ന് എന്നെ പ്രശംസിക്കുകയാണ്. ഭാവി കാലത്ത് നിനക്ക് ആരെ പോലെ ആകണമെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റൊരു ഉത്തരം മാത്രമേ പറയാനുള്ളൂ: വാസന്തിയെ പോലെ ആകണമെന്ന്. താങ്ക് യു വസന്തി ഫോർ ബീയിങ് മൈ മദർ. ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് അകന്ന് 1 വർഷമായി. ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇനി വളരുന്ന കുട്ടികൾ എന്തിനു കരയുന്നുവോ അതിന് മാത്രം കരഞ്ഞാൽ മതിയെന്ന്. എല്ലാത്തിനും കരയുന്ന പെണ്ണുങ്ങൾ ഞങ്ങളുടെ ഈ തലമുറയോടെ ഇല്ലാതാകട്ടെ. എല്ലാവരും കരഞ്ഞ കരച്ചിലിന് എൻ്റെ അമ്മയൊരു ഉദാഹരണമാവട്ടെ. ഷുവർ അമ്മേ, എന്തെന്നില്ലാത്തൊരു ഭയം എനിക്കിപ്പോഴുണ്ട്. എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട നിമിഷമാണ്. ഓൾ മൈ വിഷസ് ആർ വിത്ത് ഹർ because today she is meeting the Honorable President of India. Namaste. നമസ്തേ. Please. താങ്ക് യു. ഇന്ന് എൻ്റെ അമ്മ ഇവിടെ ഇരിക്കുന്നതിനുള്ള കാരണം ഞാൻ ചോദിച്ച ചോദ്യത്തിന് വേണ്ടിയല്ല, അതിൻ്റെ ഉത്തരമായി മാത്രമാണ്. Excuse me, please. What is this? Sorry, my room key. My husband. Namaste. Namaste. My daughter Mithila. Hello. Do take a seat. Are these your winter vacations? Yes, sir. We will be going back in 10 days. Do you miss your mother? She doesn't let me miss her. 2 years ago, I wanted to meet an ordinary woman who asked me an extraordinary question. I was disappointed. Today I'm meeting the same woman to discuss how to take her vision forward nationally. You fainted, but you woke up and turned your lowest point into a starting point. Young man, you should be very proud of your wife. Tell me, in these past 2 years, which has been your happiest moment?
Now. This moment. I believe you've resigned your job with the Revenue Department Yes, sir. for a much greater cause, isn't it? Vasanti Santosh Ram. Calling from Rashtrapati Bhavan. Oh, long journey, my dear friend. എന്നെ എനിക്ക് പരിചയപ്പെടുത്തി ഡൽഹിക്കും ട്രിവാൻഡ്രത്തിനും 3 മണിക്കൂറാണെന്ന് മനസ്സിലാക്കി തന്ന സൂസന് നന്ദി. No formalities. 1 month ഞാൻ അയർലൻഡിൽ പോവാ. അത് കഴിഞ്ഞ് എന്റെ ഹസ്ബൻഡും ഞാനും മോളും യൂറോപ്പ് പോവാ. ലോകം കാണണ്ടേ? Oh, great. ഞാനും യൂറോപ്പിലുണ്ടാവും. എന്നെയും വന്ന് കാണണം. കണ്ടിരിക്കും. ഓ, പറയാൻ മറന്നു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സൂസൻ. ഇന്നത്തെ ദിവസമാണ് എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്തത്. അന്തസ്സോടുകൂടി ഭർത്താവിനെയും എന്റെ മോളെയും ഞാൻ നേടി സൂസൻ. ഇതാണ് എന്റെ വാസന്തി. How old are you? It doesn't matter. That's my girl.